പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 മെയ് മാസം 20 ആമേൻ ബുധനാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കൈകളെയൊക്കെ ഒന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞു. കർത്താവ് ആരോഗ്യത്തോടെ എഴുന്നേൽപ്പിച്ചില്ലേ? കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് കാത്തു പരിപാലിച്ചതിനായിട്ട് കരങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവെ നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. പോയ രാത്രികാലം നല്ല ഉറക്കം തന്നതിനായിട്ട് കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ എഴുന്നേൽപ്പിച്ചതിനായിട്ട് കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തുയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് കരമുയർത്തിപ്പിടിച്ചുകൊണ്ട് സ്തോത്രം 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 സ്തോത്രം. ആമേൻ. യഹോവ നല്ലവനാകുന്നു, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. ആമേൻ. സന്തോഷത്തോടെ കർത്താവിനെ ആരാധിക്കാം. കർത്താവ് ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും കർത്താവിന് നന്ദി പറയാം. കർത്താവിൻ്റെ നന്മകളെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. അവൻ 107 സങ്കീർത്തനം ഇങ്ങനെ പറഞ്ഞു: യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, കർത്താവ് നല്ലവനല്ലോ, കർത്താവിൻ്റെ ദയ എന്നേക്കുമുള്ളത്. യഹോവ വൈരിയുടെ കയ്യിൽ നിന്ന് വീണ്ടെടുക്കുകയും കിഴക്കും പടിഞ്ഞാറും വടക്കും കടലിലുള്ള ദേശങ്ങളിൽ നിന്ന് കൂട്ടിച്ചേർക്കുകയും ചെയ്തവരായ കർത്താവിൻ്റെ വിമുക്തന്മാർ അങ്ങനെ പറയട്ടെ. ഇനി അതിൻ്റെ 21 വാക്യം ഇങ്ങനെ പറയുന്നത്: അവർ യഹോവയെ കർത്താവിൻ്റെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രരിൽ ചെയ്ത അടയാളങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ. അവർ സ്തോത്രയാഗങ്ങൾ കഴിക്കുകയും സംഗീതത്തോടെ കർത്താവിൻ്റെ പ്രവൃത്തികളെ വർണ്ണിക്കുകയും ചെയ്യട്ടെ. അങ്ങനെയെങ്കിൽ ഈ പ്രഭാതത്തിൽ കരങ്ങളെ ഉയർത്തി ഒന്നുകൂടെ സന്തോഷത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. നമ്മുടെ ജീവിതത്തിൽ ചെയ്ത നന്മകൾക്കായിട്ട് സ്തോത്രം ചെയ്യാം. നമ്മുടെ കുടുംബത്തിൽ ചെയ്ത നന്മകൾക്കായിട്ട് സ്തോത്രം ചെയ്യാം. ആമേൻ. നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായി കർത്താവ് അനുഗ്രഹിച്ച് അത്ഭുതമാക്കിയിരിക്കുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം ചെയ്യാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥനയിൽ ഏകാഗ്രപ്പെട്ടാണ്. സ്വർഗീയ പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യാം. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ഓരോരുത്തരെയും വ്യക്തിപരമായി അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത നന്മകൾക്കായിട്ട് ഒരിക്കലൂടെ ഞങ്ങൾ നന്ദി പറയുന്നു. അപ്പോൾ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. കർത്താവെ, ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കൊർന്നല്യോസിൻ്റെ ഭവനത്തിൽ ദൈവവചനം കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെ മേലും ആത്മാവ്, പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു എന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറയട്ടെ, ആത്മശക്തിയാൽ പൊതിയപ്പെടട്ടെ, ആത്മശക്തിയാൽ നിയന്ത്രിക്കപ്പെടട്ടെ, ആത്മാവിനാൽ നടത്തപ്പെടുന്ന മക്കളായി എല്ലാവരും മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ എല്ലാ രോഗശക്തികളും ഇപ്പോൾ വിട്ടുപോകട്ടെ. ആമേൻ. അങ്ങയുടെ ആത്മശക്തി വ്യാപരിക്കുമ്പോൾ നുഖങ്ങൾ തകരുമല്ലോ. രോഗത്തിൻ്റെ നുഖങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഒടിഞ്ഞു പോകട്ടെ. എല്ലാ രോഗബന്ധനങ്ങളും അഴിഞ്ഞു പോകട്ടെ. ദൈവമഹത്വം തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വ്യാപരിക്കട്ടെ. പ്രത്യേകിച്ച് കർത്താവേ, എല്ലാ തരത്തിലുള്ള രോഗങ്ങളും ആമേൻ ആമേൻ ഏത് തരം രോഗമായാലും ഇപ്പോൾ അത്ഭുതകരമായ സൗഖ്യം ദൈവശക്തിയാൽ യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. രോഗമുള്ള ഭാഗത്ത് കൈവച്ചു. യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ രോഗത്തിൻ്റെ കെട്ടുകൾ അഴിയട്ടെ. രോഗസൗഖ്യം വ്യാപരിക്കട്ടെ. ട്യൂമറുകൾ അപ്രത്യക്ഷമാകട്ടെ. ആമേൻ. ശരീരത്തിലുള്ള ആമേൻ വെള്ളപ്പാടുകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ആ സ്കിന്നിനകത്ത് കളർ മാറിയത് ബുദ്ധിമുട്ടായിരിക്കുന്നവർ ഇപ്പോൾ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആ സ്കിൻ കളർ ചേഞ്ച് ഉണ്ടായത് മാറട്ടെ. അത്ഭുതകരമായ സൗഖ്യം വരട്ടെ. അത്ഭുതകരമായ സൗഖ്യം വരട്ടെ. അത്ഭുതകരമായ സൗഖ്യം. ആ സ്കിന്നിൻ്റെ മേൽ അത്ഭുതകരമായ സൗഖ്യം വരട്ടെ. ആ മുടി പൊഴിഞ്ഞു പോയത് യേശുവിൻ്റെ നാമത്തിൽ മടങ്ങി വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ മുടി മടങ്ങി വരട്ടെ. മുടി മടങ്ങി വരട്ടെ. മുടി മടങ്ങി വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ മുടി കൊഴിച്ചിൽ നിൽക്കട്ടെ. മുടി മടങ്ങി വരട്ടെ. കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തി നടക്കുന്നതിന് സ്തോത്രം ചെയ്യും. അതുപോലെ കർത്താവെ, ജോലിയില്ലാത്തവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. ഇന്ന് പ്രഭാതത്തിൽ ഇതുവരെ തുറക്കപ്പെടാത്ത ഒരു വാതിൽ തുറന്നു വരട്ടെ. അതുപോലെ സാമ്പത്തിക മേഖലയിൽ ദൈവിക വിടുതലുകൾ ഉണ്ടാകട്ടെ. കർത്താവെ, ജോലി ചെയ്യുന്നവരെ അനുഗ്രഹിക്കുന്നു. ജോലി സ്ഥലത്ത് സ്വസ്ഥതയും സമാധാനവും യേശുവിൻ നാമത്തിൽ ഉണ്ടാകട്ടെ. ബിസിനസ് ചെയ്യുന്നവർക്ക് ബിസിനസ്സിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അഭിവൃദ്ധി ഉണ്ടാകട്ടെ. ആമേൻ. കർത്താവെ, ഇന്ന് ഇപ്പോൾ ഈ പ്രസന്റ് കണ്ടീഷനുകൾ ദൈവിക പ്രവൃത്തി തന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുന്നതിനായി സ്തോത്രം ചെയ്തു. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അവർക്ക് പഠിപ്പാൻ ആവശ്യമായ ബുദ്ധിയും ജ്ഞാനവും ദൈവകൃപയും കൊടുക്കണമേ. ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവരെ അതിനായി കർത്താവ് ഒരുക്കണമേ. പ്രത്യേകിച്ച് കർത്താവെ, വിവാഹപ്രായമായ കുഞ്ഞുങ്ങൾക്ക് തക്ക സമയത്ത് അവർ വിവാഹം നടക്കുവാൻ കർത്താവ് സഹായിക്കണം. ലോകവ്യാപകമായി അങ്ങയുടെ വേലയിലായിരിക്കുന്നവരെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ
പറഞ്ഞ് ശുശ്രൂഷകളിൽ മുന്നേറുവാൻ കർത്താവ് സഹായിക്കണം. പ്രത്യേകിച്ച് കർത്താവെ നമ്മുടെ ഇന്നത്തെ മീറ്റിംഗ് അനുഗ്രഹമാക്കി തീർക്കണമേ. അങ്ങനെ വലിയ പ്രവൃത്തി കാണുവാൻ കർത്താവ് സഹായിക്കണമേ. സകല മഹത്വം പുകഴ്ചയ്ക്ക് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവ് അനുവദിക്കുന്ന പക്ഷം ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 9:30 നമ്മുടെ സ്പെഷ്യൽ മീറ്റിംഗ് ഉണ്ടാകും. പ്രത്യേകമായിട്ട് നിങ്ങൾ പ്രാർത്ഥനയോടുകൂടെ അതിൽ പങ്കെടുക്കണമേ എന്ന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. അത് നിങ്ങളുടെ ജീവിതത്തിൽ നിശ്ചയമായിട്ടും അനുഗ്രഹത്തിന് കാരണമായി തീരും കേട്ടോ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കണം. ഇന്ന് പ്രഭാതത്തിൽ ഗിരിപ്രഭാഷണങ്ങൾക്കകത്തു നിന്നാണ് പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിരിക്കുന്ന ആലോചന. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 9-ാമത്തെ വാക്യം. എന്താണ് ഗിരിപ്രഭാഷണം? യേശു തൻ്റെ ശുശ്രൂഷയെ ആരംഭിക്കുമ്പോൾ തൻ്റെ നയപ്രഖ്യാപന പ്രസംഗം നടത്തിയതാണ്. ദൈവരാജ്യത്തിൽ എങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ പദ്ധതികൾ എങ്ങനെയാണ്, പ്ലാനുകൾ എങ്ങനെയാണെന്നുള്ളതിൻ്റെ നയപ്രഖ്യാപന പ്രസംഗമാണ് ഗിരിപ്രഭാഷണം എന്ന് പറയുന്നത്. മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിൽ നമുക്കത് വായിക്കാൻ കഴിയും. അതിനകത്ത് പല കാര്യങ്ങൾ കിങ്ഡത്തിലെ നയങ്ങൾ പറയുമ്പോൾ 9-ാമത്തെ വാക്യം പറയുന്നത് സമാധാനമുണ്ടാക്കുന്നവർ, അനുഗ്രഹിക്കപ്പെട്ടവർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. അവിടെ 2 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, സമാധാനം ഉണ്ടാക്കുന്നവർ. സമാധാനം നശിപ്പിക്കുന്നവരല്ല, സമാധാനം ഉണ്ടാക്കുന്നവർ. അവരാരാകുന്നു? അവർ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. 2, അവർ ആരെന്ന് വിളിക്കപ്പെടും? ദൈവത്തിൻ്റെ പുത്രന്മാർ അല്ലെങ്കിൽ പുത്രിമാർ എന്ന് വിളിക്കപ്പെടുന്നത് ആരെയാണ്? സമാധാനമുണ്ടാക്കുന്നവർ. ഈ ലോകം ഇന്ന് സമാധാനമില്ലാതെ അവൻ നിൽക്കുമ്പോൾ, കുടുംബങ്ങളിൽ സമാധാനമില്ല, ജോലി സ്ഥലങ്ങളിൽ സമാധാനമില്ല, ദേശങ്ങളിൽ സമാധാനമില്ലാതെ നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, ഓരോ ദൈവമക്കളുടെ ഉത്തരവാദിത്വമെന്ന് പറയുന്നത് സമാധാനം നശിപ്പിക്കുന്നവരല്ല, മറിച്ച് സമാധാനം ഉണ്ടാക്കുന്നവർ, പീസ് മേക്കേഴ്സ്. അവർ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു, അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ് ഇടർച്ച ഉണ്ടാക്കുന്നവരെ കല്ല് കെട്ടി വെള്ളത്തിൽ ഇട്ടേക്കണം. കാരണം സമാധാനം നശിപ്പിക്കുന്നവരെ കുറിച്ച് ദൈവത്തിന് പദ്ധതിയില്ല. സമാധാനം ഉണ്ടാക്കുന്നവരാ ദൈവത്തിൻ്റെ പുത്രന്മാർ. അങ്ങനെ വരുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ ഇന്ന് പ്രഭാതത്തിൽ വീണ്ടും ഓർപ്പിക്കുകയാണ്. എന്തു വേണം? സമാധാനം ഉണ്ടാക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. അതായത് സമാധാനം ഉണ്ടാക്കുന്നവർ പറഞ്ഞാൽ എല്ലാ സമയത്തും എവിടെയാണെങ്കിലും സമാധാനം ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് സമാധാനം ഉണ്ടാക്കുന്നവർ. ആമേൻ. അപ്പം നമ്മളെന്ത് ചെയ്യും? ഈ സമാധാനം ഉണ്ടാക്കുന്നവരുടെ ഒരു പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ, അവർ എവിടെയെങ്കിലും നിൽക്കുമ്പോൾ, അവർ എവിടെയെങ്കിലും ഇടപെടുമ്പോൾ അവിടെ സമാധാനം നശിച്ചിരിക്കുന്നു, അവിടെ ഒരു കൺഫ്യൂഷനുണ്ട്, ഡിസഗ്രിമെൻറ്റ്സ് ഉണ്ട് എങ്കിൽ അവരെന്ത് ചെയ്യും? അവരെത്രയും പെട്ടെന്ന് അവിടെ സമാധാനത്തെ റിലീസ് ചെയ്ത് അത് സമാധാനത്തിലാക്കുവാൻ അവർ ശ്രമിക്കും. അതാണ് സമാധാനം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു ദൈവവൈതലിനെ സംബന്ധിച്ചിടത്തോളം ദൈവവൈതലിനെ വിളിക്കപ്പെട്ടിരിക്കുന്ന പേരെന്താണ്? സമാധാനമുണ്ടാക്കുന്നവർ. പീസ് മേക്കർ ആണെന്നാണ് ഒരു ദൈവവൈതലിനെ വിളിക്കുന്നത്. ഇതൊരു ദൈവിക അനുഗ്രഹം. അതായത് യേശു നമ്മുടെ ഉള്ളിൽ വന്നു, ദൈവത്തിൻ്റെ ജീവൻ നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞപ്പോൾ എന്തുപറ്റി? നമ്മുടെ അകത്ത് ആ ഒരു കൃപയൂടെ വന്നിട്ടുണ്ട്. എന്തിനുള്ള? സമാധാനമുണ്ടാക്കാൻ. ആരുടെയിൽ? നമ്മുടെ കുടുംബത്തിനകത്ത്, നമ്മുടെ ജോലി സ്ഥലത്ത്, നമ്മൾ ഇടപെടുന്ന എല്ലായിടത്തും എന്ത് ചെയ്യാൻ? സമാധാനമുണ്ടാക്കാൻ ആയിട്ട് ഒരു പ്രത്യേക കൃപ നമുക്ക് തന്നിട്ടുണ്ട്. ദൈവം നമ്മളെ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത് സമാധാനം നശിപ്പിക്കുവാനുള്ള, പ്രശ്നം ഉണ്ടാക്കാനല്ല. പിന്നെ എന്തിനു വേണ്ടിയാണ്? സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി. പ്രശ്നം ഉണ്ടാക്കാനല്ല, സമാധാനം നശിപ്പിക്കാനല്ല. പിന്നെ എന്തിനു വേണ്ടിയാണ്? സമാധാനം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഇപ്പം നമ്മുടെ ചുറ്റും എന്തെങ്കിലും ഒരു ഡിസഗ്രിമെൻറ്റ്, ഒരു സന്തോഷമില്ലായ്മ ഉണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യണം? ഒരിക്കലും ഒരാളുടെ പക്ഷം ചേർന്ന് നിൽക്കരുത്. അവിടെ ഒരു ഡിവിഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കരുത്. അവർ തമ്മിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്, എന്നാൽ പിന്നെ നമുക്കൊരു ഇച്ചിരി എരിവ് കയറ്റി കൊടുത്തേക്കാം, അവരെ ഒന്ന് സ്ക്രൂ ചെയ്തേക്കാം എന്ന് പറയുവാനല്ല ദൈവം നമ്മളെ വിളിച്ചത്. എവിടെയെങ്കിലും ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ, ഒരു ചെറിയ അസ്വസ്ഥത എവിടെയെങ്കിലും നിങ്ങൾ കാണുമ്പോൾ അത് എന്ത് ചെയ്യണം? അതിനെ നമ്മൾ എരുകൂട്ടി കൊടുത്ത് അതിനെ ഒരു വലിയ വിഷയമാക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മളെന്താ ചെയ്യേണ്ടത്? അപ്പോഴേ നമ്മൾ ഓർത്തോണം, എൻ്റെ പേര് സമാധാനമുണ്ടാക്കുന്നവെന്ന്. അപ്പോൾ എൻ്റെ ജോലി എന്തുവാ? അവർ നമ്മളുടെ ആ പ്രശ്നത്തിനകത്തോട്ട് എരുതിയിൽ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നത് പോലല്ല, മുറിവേൽ മുളക് തേച്ച് കൊടുക്കുന്ന പോലല്ല. അതിനകത്ത് എത്രയും പെട്ടെന്ന് അവർ ആരുടെയും പക്ഷം ചേരാതെ അവിടെ സമാധാനം ഉണ്ടാക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ട്രെയിൻ ചെയ്യുക. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് നമ്മളെ ഓർപ്പിക്കുന്ന, കർത്താവേ ഹല്ലേലൂയ, നമ്മൾ ആരായിരിക്കണം? സമാധാനം ഉണ്ടാക്കുന്നവരായിരിക്കണം. ആമേൻ. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെടുമ്പോഴാണ് നമ്മൾ ആരാന്നുള്ളത് തെളിയുന്നത്, നമ്മൾ ദൈവത്തിൻ്റെ മക്കൾ എന്നുള്ള വിവരം അറിയപ്പെടുന്നത്. ആമേൻ. മഹത്വത്തിന് പ്രത്യാശയായ ക്രിസ്തു നമ്മുടെ അകത്തിരിക്കുന്നു. അതായത് സമാധാന പ്രഭുവായ ക്രിസ്തു നമ്മുടെ അകത്തിരിക്കുമ്പോൾ നമ്മൾ ആരായിരിക്കണം? ഒരു സമാധാനം ഉണ്ടാക്കുന്നവരായിരിക്കണം. ആമേൻ. അങ്ങനെയാണ് നമുക്ക് മറ്റുള്ളവരുടെ ഇടയിൽ ആരെ കാണിച്ചു കൊടുക്കാൻ പറ്റുന്നത്? യേശുവിനെ മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം നമ്മളെക്കുറിച്ച് അങ്ങനെ ഒരു വർത്തമാനം പരക്കണം. അതായത് ആ പുള്ളി വന്നു, അതോടെ അവിടെ എന്തുണ്ടായി? സമാധാനം ഉണ്ടായി. ചിലർ
പറയും അവൻ വന്ന് കലക്കിയിട്ട് പോയെന്ന് പറയും. അങ്ങനെ ആകരുത്. അവൻ രണ്ട് പക്ഷം ചേർന്ന് പറയരുത്. എപ്പോഴും ആമേൻ ദൈവികം നമുക്കൊരു ബോധം വേണം. ദൈവം എന്നെ വിളിച്ചത്, നമ്മളെ വിളിച്ച പല വിളികളുണ്ട്, അതിനകത്തൊരു വിളിയാണ് സമാധാനം ഉണ്ടാക്കുന്നവർ. കാരണം യേശു നമ്മുടെ അകത്തല്ലേ ഇരിക്കുന്നത്. യേശു എങ്ങും പോയി അവൻ ഡിവിഷൻ ഉണ്ടാക്കിയിട്ടില്ല. യേശു എങ്ങും പോയി പരസ്പരം തല്ലിച്ചിട്ടില്ല. യേശു ചെന്നിടത്തൊക്കെ സമാധാനമാണ്. സഭയ്ക്കകത്ത് സമാധാനം, അവൻ വീട്ടിൽ സമാധാനം, അവൻ കുടുംബത്തിൽ സമാധാനം, ദേശത്ത് സമാധാനം. ഇതിനു വേണ്ടിയാണ് കർത്താവ് നമ്മളെ വിളിച്ചത്. അതുകൊണ്ട് ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന കുഞ്ഞെ, നീ അനുഗ്രഹിക്കപ്പെട്ടവനാ. ആരാകണം? നീ സമാധാനം ഉണ്ടാക്കുന്ന വ്യക്തിയായിരിക്കണം. ഒരു വാക്യം ഞാൻ വായിച്ച് കേൾപ്പിക്കുക നിങ്ങളുടെ അറിവിലേക്ക്. റോമാലേഖനം 12-ാം അധ്യായം 14-ാമത്തെ വാക്യം മുതൽ 18-ാമത്തെ വാക്യം വരെ നമുക്ക് വായിക്കാം. നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പിൻ, ശപിക്കാതെ അനുഗ്രഹിപ്പിൻ. അപ്പോൾ നമ്മളെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ, അവർക്ക് ദോഷം ചെയ്ത് അവരുമായിട്ട് മറ്റുള്ളവരുടെ ബന്ധം നശിപ്പിക്കലുണ്ട്. അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. സന്തോഷിക്കുന്നവരോട് സന്തോഷിക്കുക. ആമേൻ. കരയുന്നവരോട് കരയുക. തമ്മിൽ ഐക്യമത്യമുള്ളവരായി വലിപ്പം ഭാവിക്കാതെ എളിയവരോട് ചേർന്ന് കൊള്ളുവിൻ. നിങ്ങളെ തന്നെ ബുദ്ധിമാന്മാർ എന്ന് വിചാരിക്കരുത്. അങ്ങനെ ചിലർക്കൊരു വിചാരമുണ്ട്, അത് പാടില്ല. ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ സകല മനുഷ്യരുടെ മുമ്പിൽ യോഗ്യമായത് മുൻകരുതി കഴിയുമെങ്കിൽ നിങ്ങളാലാവോളം സകല മനുഷ്യരോടും സമാധാനമായിരിക്കും. കർത്താവിൻ്റെ മക്കളെ, ദൈവമക്കളെ, ആമേൻ. ഇന്ന് പ്രഭാതത്തിൽ നമ്മളെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മൾ സമാധാനം നശിപ്പിക്കുന്നവരല്ല, സമാധാനമുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ കരമുയർത്തി പറ, ഞാനൊരു പീസ് മേക്കറാണ്, ഞാൻ സമാധാനം ഉണ്ടാക്കുന്ന വ്യക്തിയാണ്. പല കരമുയർത്തി പറ, ഞാൻ മുഖാന്തരം എൻ്റെ കുടുംബത്തിൽ സമാധാനം, ഞാൻ മുഖാന്തരം എൻ്റെ ദേശത്ത് സമാധാനം, ഞാൻ മുഖാന്തരം എൻ്റെ ജോലി സ്ഥലത്ത് സമാധാനം. ഞാൻ എവിടെ ചെന്നാലും അവിടെ ആരായിരിക്കും? സമാധാനമുണ്ടാക്കുന്ന വ്യക്തിയായിരിക്കും. കണ്ടോ? കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അതിനായിട്ട് പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവർ, നിങ്ങൾ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. എപ്പോൾ? സമാധാനം ഉണ്ടാക്കുമ്പോൾ. കർത്താവ് അതിനായിട്ട് നിങ്ങളെ ഒരുക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പിതാവേ, ഞങ്ങൾ നന്ദി പറയും. നമുക്ക് കരങ്ങൾ ഉയർത്തി പറയാം. ഞങ്ങളുടെ തലയെ കർത്താവ് എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. ഞങ്ങളുടെ പാനപാത്രം നിറഞ്ഞു കവി. നന്മയും കരുണയും ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും നമ്മളെ പിന്തുടരും. നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു പെരുകും. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു. നമ്മളെ എന്നാ വിളിച്ചിരിക്കുന്നത്? പീസ് മേക്കേഴ്സ്, സമാധാനം ഉണ്ടാക്കുന്നവർ. ഗോഡ് ബ്ലെസ് യു.